ഒരു സമുദായത്തിന്റെ ഏറ്റവും വലിയ നെടുന്തൂണ് എന്ന് പറയുന്നത് യുവത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് യുവാക്കൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പല ഹദീസുകളും നമ്മെ പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിന്റെ ഇബാദത്തിനായി വളർന്നു വരുന്ന വിഭാഗത്തിന് നാളെ അർശിന്റെ തണലുണ്ട് എന്ന്, ആ യുവാക്കൾക്ക് നാളെ അർശിന്റെ തണലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ പറഞ്ഞതല്ല. യുവാക്കൾ ഒരു സമുദായത്തിന്റെ നെടുന്തൂണുകളാണ്. ആ യുവത്വത്തെ നശിപ്പിച്ചു കളഞ്ഞാൽ, യുവത്വം ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുക ചെറിയ മക്കളാണ്, പിന്നെ ഉണ്ടാകുന്നത് വയോവൃദ്ധരാണ്, പിന്നെ ഉണ്ടാകുന്ന സ്ത്രീകളാണ്. ഇവരെ പരാജയപ്പെടുത്താൻ മറ്റുള്ളവർക്കൊരു പ്രയാസം ഉണ്ടാകൂല. മുടി കറുപ്പിക്കുന്നതിന്റെ മസാല പരിശുദ്ധ ഇസ്ലാം നോക്കിയാൽ ഹറാമ് എന്ന് കാണാം. എന്നാൽ ഒരു വിഭാഗത്തിന് അത് അനുവദിക്കപ്പെട്ടു കൊടുത്തിട്ടുണ്ട്. ആർക്കാണ്? യുദ്ധവേളയിൽ പോകുന്ന യോദ്ധാവിന് തന്റെ മുടി നരച്ചിട്ടുണ്ട് എങ്കിൽ അത് കറുപ്പിക്കാനുള്ള അനുവാദം പരിശുദ്ധ ഇസ്ലാം കൊടുക്കുന്നുണ്ട്. എന്തേ കാരണം? അതും മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. തന്റെ എതിരെ നിൽക്കുന്ന ശത്രു തന്റെ മുടി നരച്ചത് കണ്ടാൽ ഞാനൊരു വൃദ്ധനാണ് എന്ന് കരുതിയിട്ട് എന്റെ ദൗർബല്യം മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ആക്രമിക്കാനും എന്നെ കീഴ്പ്പെടുത്താനും തുനിഞ്ഞേക്കാം. ഇതുണ്ടാകാൻ പാടില്ല. എന്റെ നരച്ച മുടി മാറിയിട്ട് അവിടെ കറുത്ത മുടി കണ്ടാൽ ഞാനൊരു യുവാവാണ്, ധീരനായ യോദ്ധാവാണ് എന്ന് അയാൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് എന്താ, ആ യോദ്ധാവിന് മുടി കറുപ്പിക്കൽ പരിശുദ്ധ ഇസ്ലാം അനുവാദം കൊടുക്കുന്നുണ്ട്. നോക്കുങ്ങൾ, ഈ യുവത്വത്തെ നശിപ്പിച്ചു കളയാൻ നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള കഴുക കണ്ണുമായി കാത്തിരിക്കുന്ന ആളുകൾ നമ്മളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ചെറിയൊരു മരുന്ന് മാത്രമാണ് ഈ ലഹരി എന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതിന്റെ ടേസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാനെങ്കിലും ഒരൽപ്പം ഉപയോഗിക്കട്ടെ എന്നുള്ള ചിന്ത പോലും നമ്മുടെ കൽബിലേക്ക് വരരുത് എന്ന് സദാസമയം റബ്ബിനോട് ദുആ ഇറക്കണം. കഴിഞ്ഞ ദിവസം അരങ്ങേറിയ 6 മണിക്കൂറിനുള്ളിൽ 5 ആളുകളെ നിഷ്കരുണം കൊന്നുകളയാൻ ഒരു 25 വയസ്സുകാരനെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവന്റെ കൽബിൽ നിന്നും ആ റഹ്മത്ത് എടുത്തു കളയാൻ സ്വന്തം മാതാവെന്ന് പോലും നോക്കാതെ 13 തവണയിൽ കൂടുതൽ തവണ തലയിലേക്ക് ചുറ്റിക കൊണ്ടടിക്കാൻ ഒരു മകന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, വയോവൃദ്ധയെന്ന് 80 വയസ്സ് കഴിഞ്ഞ വല്യുമ്മയാണെന്ന് നോക്കാതെ തലയടിച്ചു പൊളിക്കാൻ ഒരു മകന് പേരക്കുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, തന്റെ സഹോദരനെ നിഷ്കരുണം കൊന്നുകളയാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, മനുഷ്യൻ മൃഗമായി തീരാൻ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കൽ, അതിനവന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ വരുമ്പോ, അതിന് തടവീഴുമ്പോ അത് മുഴുവൻ തട്ടിമാറ്റിയിട്ട് മുന്നോട്ട് ഗമിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ അവിടെ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുണ്ടാകൂല, അവിടെ വാപ്പയെന്നോ ഉമ്മയെന്നോ നോട്ടം ഉണ്ടാകൂല, മക്കളെന്നോ നോട്ടം ഉണ്ടാകൂല, ഒരു കരുണയും ഉണ്ടാകൂല.